ഏകാന്തതയുടെ തീർത്ഥയാത്രയിൽ ശ്രീകോവിലുകൾ അവൻ കണ്ടിരുന്നില്ല. പനിനീരിൻ്റെയും ഭസ്മത്തിൻ്റെയും ഗന്ധവും അവിടെ ഉണ്ടായിരുന്നില്ല. എങ്ങും അസ്തമയത്തിൻ്റെ ചെന്താമര മാത്രമേ ആ കണ്ണുകളിൽ തെളിഞ്ഞുള്ളൂ. ഒഴുകുന്ന ഓർമ്മപ്പുഴ പിന്നിലേക്ക് പതിഞ്ഞപ്പോഴോ നിഴൽ കൂമ്പാരം പോലെയും തോന്നി. അഗാധമായ ഗർത്തത്തിൻ്റെ ആഴങ്ങളിലെന്ന പോലെ അവൻ്റെ ഉള്ളിലെ വേദനയുടെ ആരവം പ്രതിധ്വനിച്ചു കൊണ്ടേയിരുന്നു. ഒരു മാത്ര മാത്രം ആ മിഴികൾ അവൻ പൂട്ടിത്തുറന്നു. പക്ഷേ അപ്പോഴേക്കും എല്ലാം വിദൂരത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗായത്രി ദേവി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. ഇനിയും ഇതുപോലെ ഒരുപാട് സപ്പോർട്ടും ഷെയറും സബ്സ്ക്രൈബും എല്ലാം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മുടെ പ്രണയം നോവലിൻ്റെ ഓഡിയോ എപ്പിസോഡിൻ്റെ 4ാമത്തെ ഭാഗം. ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളോട് പങ്കുവച്ചുകൊണ്ട് ഇതാ തുടങ്ങുകയായി. തൻ്റെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ആദിത്യയുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത് ഇന്നലെ അവൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. സ്റ്റുഡിയോയിൽ ആങ്കർ പൊസിഷനിൽ ഇരിക്കുന്നത് ഒരു വെളുത്തു മെലിഞ്ഞ പെൺകുട്ടിയാണ്. ഷോർട്ട് സ്ലീവ്ലെസ് റെഡ് ഗൗണിൽ അവളൊരു പാവക്കുട്ടിയെ പോലുണ്ട്. ചുണ്ടിലായി ലൈറ്റ് റെഡ് ലിപ്സ്റ്റിക്, കണ്ണുകളിൽ യാതൊരു ചമയങ്ങളുമില്ല. നെറ്റിയിലായി ഒരു സ്റ്റോൺ വർക്കുള്ള സ്റ്റിക്കർ പൊട്ട്, പിന്നെ കാതുകളിലായി വലിയ ഞാത്തുള്ള കമ്മൽ. അതിങ്ങനെ കഴുത്തുവരെയും നീണ്ടു കിടക്കുന്നുണ്ട്. വല്ലാത്ത ഭംഗിയുണ്ടതിന്. മറ്റൊരു അലങ്കാരങ്ങളുമില്ല. നന്നായി ചിരിക്കുന്നുമുണ്ട്. ചിരിക്കുമ്പോൾ അവളുടെ തുടുത്ത കവിളുകൾ ഒന്നും കൂടി വീർത്തു വരുന്നു. ഹായ്, ഗുഡ് ഈവനിങ്. ഐ ആം യുവർ നിഷ ഠാക്കൂർ ആൻഡ് ദിസ് ഈസ് അവർ യങ് ഫേമസ് ട്രെൻഡ് മ്യൂസിക് ഡയറക്ടർ ദ മാസ്ക്. സുന്ദരിയായ നിഷ ഠാക്കൂർ അത്യധികം പ്രസന്നതയോടെ, അവളുടെ ഫേവറേറ്റ് പുഞ്ചിരിയോടെ മറ്റുള്ളവരെ മയക്കിക്കൊണ്ട് അവളുടെ ഇൻ്റർവ്യൂ തുടങ്ങി വച്ചപ്പോൾ അവളുടെ മുന്നിലെ ഹോട്ട് സീറ്റിലെ കസേരയിൽ എതിരെ ഇരുന്നിരുന്ന ആ പയ്യനും തൻ്റെ ആരാധകർക്കായി ഇരു കൈകളും കൂപ്പി നമസ്കാരം പറഞ്ഞിരുന്നു. അവൻ്റെ മുഖം ഒരു മാസ്ക് പോലുള്ള ബോക്സ് സെറ്റ് ചെയ്തിരുന്നതിനാൽ ആ മുഖം വ്യക്തമായി കാണുവാനോ അവൻ ആരെന്ന് മനസ്സിലാക്കുവാനോ മുന്നിൽ ഇരുന്നിരുന്ന നിഷയ്ക്കോ ആ ഷോ കാണുന്ന പ്രേക്ഷകർക്കോ, എന്തിന് ആ ചാനലിലെ ആൾക്കാർക്ക് പോലും യാതൊരുവിധ ഐഡിയയും ഉണ്ടായിരുന്നില്ല. സാർ, പറയൂ, ശരിക്കും താങ്കൾ ആരാ? എന്തുകൊണ്ടാണ് സമൂഹത്തിന് മുന്നിൽ നിങ്ങളുടെ മുഖം കാണിക്കാൻ മടിക്കുന്നത്? ഞങ്ങൾ ഓരോ വ്യക്തിയും താങ്കളുടെ അഭൗമമായ ശബ്ദവീചിയിലും സംഗീത പ്രാവണ്യത്തിലും വളരെ ആശ്ചര്യചകിതരാണ്. അത്രയും ഹൃദയത്തിൽ ആഴ്ന്നതാണ് താങ്കളുടെ മ്യൂസിക് ഡയറക്ഷൻ. ശരിക്കും പറയേണ്ടത് എന്തെന്നാൽ സംഗീതം കൊണ്ട് നൃത്തമാടുന്ന മാലാക എന്ന് തന്നെയാണ്. അറ്റൻഡ് ചെയ്ത 3 സിനിമകൾ, അതിലെ ഓരോ പാട്ടും അത്രയേറെ ബ്ലോക്ക് ബസ്റ്റർ. യൂട്യൂബിൽ മില്യൺ വ്യൂസ്. പോരാത്തിന് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമൊക്കെ പലരും റീൽസ് ചെയ്യുന്നത് പോലും താങ്കളുടെ പാട്ടുകൾ തന്നെ. ശരിക്കും മാജിക്കൽ. എത്രയോ തവണ ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് കേട്ടിരിക്കുന്നു. യാതൊരു മടുപ്പും തോന്നുകയേയില്ല. മാസ്ക് എന്ന ആവരണത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്ന ആദിത്യ, മനോഹരമായ എന്നാലധികം ശബ്ദമില്ലാത്ത അവൻ്റെ ചിരി തന്നെയായിരുന്നു നിഷയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ആദ്യമായി നൽകിയത്. എങ്കിലും തൻ്റെ മുഖം ആവരണം ചെയ്തിരിക്കുന്നതിനാൽ ഈ ചിരിയേക്കാൾ ഒരു മറുപടി അനിവാര്യമായതുകൊണ്ട് തന്നെ അവൻ സംസാരിക്കുവാൻ വേണ്ടി ഒന്ന് ദീർഘശ്വാസമെടുത്തു. ആദ്യമായി തന്നെ എല്ലാവരും എന്നെ ഇത്ര സ്നേഹിക്കുന്നതിനും അംഗീകരിച്ചു തരുന്നതിനും നന്ദി പറയട്ടെ. പിന്നെ മുഖം കാണിക്കാൻ മടിയൊന്നുമില്ല. പക്ഷേ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂവണിയും വരെ ഇങ്ങനെ കാണാമറയത്ത് നിൽക്കുവാനാണ് എൻ്റെ തീരുമാനം. എൻ്റെ ചെറുതിലെ തന്നെ മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു മ്യൂസിക് ഡയറക്ടർ ആകുകയെന്നത്. അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ടവർ അതിനുമായി ബന്ധപ്പെട്ടവരെ അവരുടെ കീഴിൽ കൊണ്ടുവന്ന് തന്നെ എന്നെ വേണേൽ സഹായിക്കും. പക്ഷേ പണം കൊണ്ട് നേടുന്ന സംതൃപ്തി ഇതുപോലെ അധ്വാനം കൊണ്ട് നേടുമ്പോൾ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരെന്നത് എനിക്ക് മറച്ചു വയ്ക്കേണ്ടി വരുന്നത്.
നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. എന്തിന്, എൻ്റെ എത്രയോ ഇൻ്റർവ്യൂ തന്നെ നിങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഇങ്ങനെയൊരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ആ ഒരു സ്വാധീനം ഒരിക്കലും ഉപയോഗിച്ചു കൊണ്ടൊരു വിജയം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ മാസ്ക് എന്ന പേരും രൂപവും സ്വീകരിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ റേറ്റിംഗ് കിട്ടാനായി ന്യൂസിൽ കാണിക്കുന്ന ജാടുള്ള ടീമൊന്നും ഞാനല്ലെന്നേ. ശരിക്കും കുസൃതിയോടെയാണ് ആദിത്യ പറയുന്നതെങ്കിലും അവൻ്റെ മുന്നിലിരുന്നിരുന്ന ആങ്കറായ നിഷയുടെ മുഖം ആ നിമിഷം നന്നേ വിളറി. കാരണം കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയുള്ള സ്പെഷ്യൽ പ്രോഗ്രാം ഈ മാസ്ക് എന്ന അവതാരത്തെ പറ്റിയുള്ളതായിരുന്നു. അതിൽ ഓരോ പാട്ടിനെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെയും പറ്റി അവൾ പറഞ്ഞപ്പോൾ വെറുതെ ഒന്ന് തള്ളിമറിച്ചിരുന്നു. അയാൾക്ക് ഭയങ്കര ജാടായതുകൊണ്ട് സ്വന്തം ഐഡൻറ്റിറ്റി മറിച്ചുകൊണ്ട് ഇങ്ങനെ സംഗീത സംവിധാനം ചെയ്യുന്നതെന്ന്. അതാണിപ്പോൾ തിരിച്ച് അവളുടെ നേരെ തന്നെ പല്ലിളിച്ചു നിൽക്കുന്നത്. ശരിക്കും ഒരു ഉത്തരമുട്ടുന്ന അവസ്ഥ. നിഷ ശരിക്കും ബ്ലാങ്ക് ഔട്ട് ആയെന്നത് സ്റ്റുഡിയോയിൽ ഇരുന്നിരുന്ന ബാക്ക്യാർഡ് ടീമിന് ആ നിമിഷം തന്നെ ബോധ്യമായി. അതിനാൽ തന്നെ അവർക്ക് സംസാരിക്കാനായി കണക്ട് ചെയ്തിട്ടുള്ള ആ ഇയർപോഡിലൂടെ അവർ അപ്പോൾ തന്നെ അവൾക്കുള്ള മറുപടിയും പറഞ്ഞു കൊടുത്തു. നിഷ കൂൾ, വെറുതെ പാനിക്കാകാൻ നിൽക്കണ്ട. അയാൾ ശരിക്കും നിനക്കായി പണി തരാൻ വന്നതുപോലെയുണ്ട്. അയാളുടെ സംസാരം കേട്ടിട്ട് ഏതോ കൊമ്പൻ ടീമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചൊറിയാനൊന്നും പോകരുത്. ഒപ്പം ചമ്മിയെന്ന് കാണിക്കാനും നിൽക്കണ്ട. സാധാരണ നീ കൺവിൻസ് ചെയ്യുന്നത് പോലെ അങ്ങ് കരുതിയാൽ മതി. ടീം ഹെഡായ രാഹുൽ സിംഗാണ് നിഷയെ ഫോണിലൂടെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. അതിനാൽ തന്നെ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയവും അരക്ഷിതത്വവും പാടിപ്പോയി. അതവളുടെ മുഖത്തിൽ ആത്മവിശ്വാസം കൊടുക്കുകയും ചെയ്തു. സ്വതവേയുള്ള ചിരിയോടെ അവൾ തൻ്റെ മുന്നിലുള്ള മാസ്ക് എന്ന യങ്സ്റ്റാറിനെ ഒന്ന് നോക്കി. സാർ, താങ്കൾ സൂചന നൽകിയത് ശരി തന്നെയാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയും താങ്കളെ ജാഡ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ താങ്കളുടെ ആദ്യ ഗാനമായ ലവ് സോങ് യൂട്യൂബിൽ വൈറലായപ്പോൾ താങ്കളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയ എല്ലാവരെയും താങ്കൾ ഒഴിവാക്കിയില്ലല്ലോ. അതിനുശേഷം വീണ്ടും സിംഗിൾ ഹിറ്റ് താങ്കൾ റൺ ചെയ്തു. അപ്പോഴും എല്ലാവരെയും താങ്കൾ ആട്ടി ഓടിച്ചു. അതെല്ലാം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണ് താങ്കളുടെ ആദ്യ സിനിമ റിലീസാകുന്നത്. ശരിക്കും സിംഗിൾ ഹിറ്റൊക്കെ അടിച്ചു പരത്തിയത് പോലെ ഒരു മാജിക്കൽ ഫീലായിരുന്നു ആ പാട്ടുകൾ. ശരിക്കും എല്ലാവരും വണ്ടറായി. സോങ്സ് മാത്രമല്ല, ആ BGM അതൊക്കെ ഓസം. പോരാത്തതിന് ആരെയും മയക്കുന്ന താങ്കളുടെ തേനൊഴുകുന്ന ശബ്ദവും. ശരിക്കും ആരും വന്ന് പ്രണയിച്ചു പോകും. അത്രയും ഫീലാണ് ഓരോ ലവ് സോങ്സും കേൾക്കുമ്പോൾ. തൻ്റെ മുന്നിലിരുന്നു കൊണ്ട് അത്രയും ആത്മവിശ്വാസത്തോടെ തന്നോട് സംസാരിക്കുന്ന നിഷയെ ആദി ചിരിയോടെയാണ് നോക്കിയത്. ഒപ്പം പതിയെ മറുപടിയും കൊടുത്തു. ശരിക്കും നിഷ, സംസാരിക്കാൻ താനൊരു മിടുക്കിയാണ് കേട്ടോ. നല്ല ഒഴുക്കുള്ള വാക്കുകൾ. പിന്നെ എൻ്റെ ശബ്ദം അത്രയുമൊക്കെ അടിപൊളിയാണോ? എനിവേ, ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഈ സപ്പോർട്ട് എപ്പോഴും നൽകണം. പിന്നെ ജാഡ, ശരിക്കും ഞാനതിൻ്റെ കാരണം പറഞ്ഞുവല്ലോ. എൻ്റെ ഇപ്പോഴത്തെ ഫാമിലി സ്റ്റാറ്റസ്, പിന്നെ കറണ്ട് കരിയർ പൊസിഷൻ, അതൊക്കെ എന്നെ ഒളിച്ചു വയ്ക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ തന്നെയാണ്. പിന്നെ സിംഗിൾ ഹിറ്റ് ചെയ്തപ്പോൾ എല്ലാവരെയും ഒഴിവാക്കിയത്. ശരിക്കും ആ സമയത്തൊക്കെ ഞാനത് ഒട്ടുമേ പ്രതീക്ഷിച്ചില്ലെന്നേ. അത്രയേറെ അതൊക്കെ വിജയം വരിക്കുമെന്നും ഇത്രയേറെ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്നും ഒന്നും. അതിൻ്റെ ഒരു വണ്ടറിൽ എല്ലാവരിൽ നിന്നും മൊത്തത്തിൽ മറഞ്ഞു നിൽക്കണം എന്നപ്പോൾ ആദ്യം ചിന്തിച്ചുപോയി. ശരിക്കും ഇതെൻ്റെ ഡ്രീമായിരുന്നു. എങ്കിലും ഒരു പരീക്ഷണം എന്നതുപോലെയാണ് എൻ്റെ മാസ്ക് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. ശരിക്കും ഫൈനൽ ചെയ്യാത്ത സോങ്ങാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അതെന്നെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനെയാണ് അടുത്ത സോങ് കൂടെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതും ഹിറ്റായി. എനിക്കാണ് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. പിന്നെ എല്ലാവരെയും ഒളിച്ചു വച്ച് ചെയ്യുന്നതിനാൽ ഷെയർ ചെയ്യാൻ ആരോടും പറ്റില്ലല്ലോ. പിന്നെ ഭാഗ്യത്തിന് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് ഫോൺ നമ്പറൊക്കെ എൻ്റെ അധികം ആരും കണ്ടുപിടിക്കാൻ സാധ്യതയില്ലാത്ത തന്നെയായിരുന്നു. ഇല്ലെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എല്ലാം പാളിയേനെ. ആദിത്യ സംസാരിക്കുന്നത് കേൾക്കെ നിഷയിൽ അത്ഭുതം നിറഞ്ഞ ഭാവമാണ്. അതിനെ ഉള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുവാൻ കഴിയാതെ തന്നെ അവൾ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഓ,
അപ്പോൾ ഈ ഫോൺ നമ്പർ വെച്ചൊന്നും താങ്കളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണോ? അതിന് ആദിത്യ ഉറപ്പോട് തന്നെ മറുപടിയും കൊടുത്തു. യെസ്, പക്ഷേ വെളിപ്പെടുത്തണം എന്നുള്ള ചില ഘട്ടങ്ങൾ സിനിമയിൽ വന്നപ്പോൾ ഉണ്ടായി കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് വിശ്വാസം വരില്ലല്ലോ. വല്ല ഫ്രോഡും മാസ്കും വെച്ച് ചെന്നാൽ അവരുടെ എഗ്രിമെൻ്റ് ചെയ്യാൻ അവർ നിൽക്കില്ലല്ലോ. അതിനാൽ മാത്രം. ആഹാ, അപ്പോൾ ആ 3 ഫിലിം ഡയറക്ടേഴ്സ് വിചാരിച്ച താങ്കൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണോ? വീണ്ടും ഉള്ളിലായി തോന്നിയ ആകാംക്ഷയെ അടക്കാതെ അവൾ ചോദിക്കവേ ആദിത്യ വീണ്ടും മനോഹരമായി തന്നെ ചിരിച്ചു പോയിരുന്നു. അവർ മാത്രമല്ലടോ, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചാലും നടക്കും, ഈസിയായി തന്നെ. പക്ഷേ അങ്ങനെയൊന്നും വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട കേട്ടോ. അവരെ എന്നേക്കാൾ മികച്ച ടീമാണ്. സസ്പെൻസൊക്കെ അവർക്കാണോ പൊതിഞ്ഞു വയ്ക്കാൻ പാട്? നിഷയുടെ ചിന്തകളെ അപ്പാടെ അടിച്ചമർത്തുന്നത് പോലുള്ള ആദിത്യയുടെ മറുപടി. എങ്കിലും നിഷ ധൈര്യസമേതം തന്നെ വീണ്ടും സംസാരിക്കുവാൻ ശ്രമിച്ചു. ഞങ്ങൾ മീഡിയയെ അങ്ങനെ വില കുറച്ചൊന്നും കാണണ്ട. പലരും പൊതിഞ്ഞു പിടിച്ചിട്ടുള്ള പല പേഴ്സണൽ കാര്യങ്ങളും ഞങ്ങൾ ഒരുപാട് ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. അവളത് പറയവേ ഉടനെ തന്നെ ആദ്യം അതിനുള്ള മറുപടി അവൾക്ക് കൊടുത്തിരുന്നു. അത് ശരിയാ. മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവരുടെ അനുവാദം പോലുമില്ലാതെ തുറന്നു കാട്ടാൻ നിങ്ങൾ മീഡിയക്കാർ വലിയ ആൾക്കാരാ. അവർ നിങ്ങളെപ്പോലെ മനുഷ്യനാണെന്നുള്ള ചിന്തയൊന്നും നിങ്ങളപ്പോൾ കാണിക്കാറേയില്ല. എന്നാൽ എല്ലാവർക്കും അറിയേണ്ട രാജ്യസംബന്ധമായ കാര്യങ്ങളാണെങ്കിലോ അതൊട്ടും നിങ്ങൾ അറിയുകയുമില്ല. ശരിക്കും നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? സ്വന്തം മനസാക്ഷിക്ക് വേണ്ടിയോ അതേ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയോ? ആദിത്യയുടെ രോഷം നിറഞ്ഞ വാക്കുകൾ കേൾക്കെ നിഷ അല്പമൊന്ന് പതറിയില്ലേ എന്ന് ചോദിച്ചാൽ അത് ശരി തന്നെയാണ്. എങ്കിലും തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ അതൊന്നും കാട്ടുവാൻ ശ്രമിക്കാതെ ധൈര്യസമേതം തന്നെ അവൾ സംസാരിക്കുവാൻ ശ്രമിച്ചു. അതിപ്പോൾ അങ്ങനെ ചോദിച്ചു നോക്കിയാൽ ഞങ്ങളും മനുഷ്യൻ തന്നെയല്ലേ സാർ? റേറ്റിംഗ് കൂടിയാലേ ഞങ്ങൾക്കും ഇവിടെ പിടിച്ചു നിൽക്കാനൊക്കെ പറ്റൂ. പിന്നെ സാർ അടച്ചാക്ഷേപിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾ ചെയ്യാറൊന്നുമില്ല. ഞങ്ങൾ അറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു കൊടുക്കുന്നത്. ചിലരുടെയൊക്കെ വിചാരം എന്തെന്നാൽ ചാനലിലുള്ളവർ ഏതോ ഭീകര ജീവികളാണെന്ന്. അതിനാൽ തന്നെ എവിടെയെങ്കിലും പെട്ടുപോകുമ്പോൾ ഞങ്ങളോടൊക്കെ ശരിക്കും നായ്ക്കളോട് പെരുമാറുന്നത് പോലെയാ പലപ്പോഴും കാണിക്കുന്നത്. ആ അവഗണനയൊക്കെ കണ്ടു നോക്കണം സാർ. നിങ്ങൾക്കൊക്കെ ചാനൽ പ്രവർത്തനം എന്നത് ഒരു വിരൽത്തുമ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വെറും വാർത്ത. പക്ഷേ ഞങ്ങൾക്കോ ഊണും ഉറക്കവുമില്ലാതെ സ്വന്തം ശാരീരിക പ്രശ്നം വകവയ്ക്കാതെ, സന്തോഷം വകവയ്ക്കാതെ, സങ്കടം വകവയ്ക്കാതെ എല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് നേടുന്ന ഒന്ന്. ശരിക്കും ഞങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ന്യൂസും കൊണ്ടുവരുന്നത്. അഭിനന്ദനങ്ങൾ നൽകിയില്ല എങ്കിലും അപമാനിക്കരുത് സാർ. സാർ പറഞ്ഞതുപോലെ ചിലപ്പോൾ ചില ഗോസിപ്പുകൾ വരാറുണ്ട്. അത് ആരെങ്കിലും മാനസികമായി തകർത്ത് കളഞ്ഞിട്ടും ഉണ്ടാകും. എങ്കിലും ആരെയും മനഃപൂർവ്വം കരിവാരി തേക്കാനൊന്നും ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കാറില്ല. മാസ്ക് എന്ന കൂടാരത്തിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഈ വ്യക്തി ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത് തന്നെ നിഷ ഠാക്കൂറിനെ ചൊറിയുവാൻ തന്നെയെന്ന് സ്റ്റുഡിയോയിലുണ്ടായിരുന്ന രാഹുലിനും ആ നിമിഷം വ്യക്തമായി തന്നെ മനസ്സിലായി. അയാളെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. നമ്മളും അങ്ങോട്ട് ഒരുപാട് ചൊറിഞ്ഞുവല്ലോ. അതിനാൽ നല്ല മറുപടി കൊടുക്കണമേ എന്ന് നിഷയോട് പറയാനായി അവൻ വാ തുറന്നു. അപ്പോഴാ പെണ്ണ് ഇത്തരത്തിലൊരു മറുപടി കൊടുത്ത് ആ വ്യക്തിയെ തകിടം മറിച്ചതും. അതവനെ നന്നായി കിടിലം കൊള്ളിച്ചു. പൊട്ടിവന്ന ചിരി മനസ്സിലൊതുക്കി ബ്രേക്ക് കൊടുക്കാൻ എങ്കിലും അവൻ നിഷയോട് പറയുമ്പോൾ ഈ ഷോ എന്തായാലും പൊളിക്കുമെന്ന് അവനും ആ നിമിഷം തോന്നിയിരുന്നു. നിഷയും രാഹുലിൻ്റെ നിർദ്ദേശം ആ സമയം ശരിവെച്ചുകൊണ്ട് അവളുടെ മുഖത്ത് നന്നായി ചിരിയണിയും. ഒപ്പം ക്യാമറയെ നോക്കി തുടർന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനും നിങ്ങളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനും കുറച്ച് നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരുന്നതുവരെ ഏവർക്കും നമ്മുടെ പ്രിയപ്പെട്ട സോങ്സ് കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബൈ ബൈ.